ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഇന്ന് കുടവയറില്ലാത്ത മലയാളികളെ കണ്ടുമുട്ടാൻ തന്നെ പാടാണ് അല്ലേ. ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് വയറില്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും, ഓ നിനക്ക് കുടവയറൊന്നും ഇല്ലല്ലോ, നീ അങ്ങ് ഹെൽത്തി ആയി പോയല്ലോ എന്ന് ചോദിക്കും. അത്രത്തോളം ഇന്ന് കുടവയറില്ലാത്ത മനുഷ്യന്മാരെ കാണാൻ തന്നെ പാടായിട്ട് മാറിയിട്ടുണ്ട്. സാധാരണഗതിയിൽ കുടവയർ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് അമിതവണ്ണമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൊഴുപ്പ് കൂടുന്നതുകൊണ്ടാണ് കുടവയർ ഇങ്ങനെ ഫോം ചെയ്യുന്നുള്ളതാണ്. ആണോ? അല്ല, അതല്ല സത്യാവസ്ഥ. നിങ്ങൾക്ക് കുടവയർ ഉണ്ടാകുന്നതിന് ചില കാരണങ്ങളുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് വരുന്ന കുടവയറിനെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. ഇത് ഏതെല്ലാമാണെന്നും ഓരോ തരം കുടവയറുകളും കുറയ്ക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്നും വിശദീകരിക്കാം. നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് കൊഴുപ്പ് അമിതമായിട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കുടവയർ എന്ന് പറയുന്നത്. കൊഴുപ്പ് 2 രീതിക്ക് വരാം. ഒന്ന്, നമുക്ക് വയറിൻ്റെ പുറമെയുള്ള തൊലിയോട് ചേർന്നിട്ട് കൊഴുപ്പ് ഒത്തിരി വരുന്നൊരു കണ്ടീഷനുണ്ട്. നമ്മളിതിന് പെരിഫറൽ ഫാറ്റ് എന്ന് പറയാറുണ്ട്. രണ്ടാമത്തത്, നമ്മുടെ വയറിൻ്റെ ഭാഗത്തുള്ള മസിലിൻ്റെ ഉൾവശത്തായിട്ട് നമ്മുടെ കുടലുകളും കരളും എല്ലാം ഇരിക്കുന്നില്ലേ, അതിന് ചുറ്റുമായിട്ട് കൊഴുപ്പ് വല്ലാണ്ട് അടിഞ്ഞു കൂടുന്ന ഒരവസ്ഥ. ഇതിന് നമ്മൾ വിസറൽ ഫാറ്റ് എന്ന് പറയും. ഇങ്ങനെ സാധാരണഗതിയിൽ ഈ 2 തരത്തിലുള്ള കൊഴുപ്പും വന്ന് നിറഞ്ഞ് നമ്മുടെ ഉള്ളിലുള്ള കൊഴുപ്പ് നിറഞ്ഞ് നമ്മുടെ വയറിൻ്റെ ഭാഗത്തുള്ള മസിലുകൾ പുറത്തേക്ക് തള്ളി പുറമേയും കൊഴുപ്പ് വന്ന് അടിഞ്ഞു കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ വലിയ ഒരു കുടവയർ എന്ന് പറയുന്നത്. നമ്മുടെ കുടവയർ തന്നെ 4 തരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ടത് താഴേക്ക് തൂങ്ങി നിൽക്കുന്ന ടൈപ്പ് സാഗിങ് കുടവയർ എന്ന് പറയും. ഇത് തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന്, ഇൻസുലിൻ ഹോർമോണിന് വരുന്ന വ്യത്യാസം. നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് പ്രമേഹ രോഗ സാധ്യതയുള്ളവരിൽ കാണുന്ന ഇൻസുലിൻ ഹോർമോണിൻ്റെ വ്യത്യാസത്തിൽ നമുക്ക് കുടവയർ കണ്ടുവന്ന് വരാം. രണ്ടാമത്തത്, കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ വ്യത്യാസത്തിലും കുടവയർ ഫോം ചെയ്തെന്ന് വരാം. മൂന്നാമത്തത്, പ്രൊട്രൂഡിങ് കുടവയർ എന്ന് പറയും. അതായത് മുന്നിലേക്ക് നമ്മുടെ മുകൾ വശത്ത് മുമ്പിലേക്ക് തള്ളി നിൽക്കുന്ന ടൈപ്പ് കുടവയറാണ്. ഇത് ഉണ്ടാകുന്നത് കൊഴുപ്പ് കൊണ്ടല്ല. കരൾ രോഗമുള്ളവർക്ക് കരളിൻ്റെ പ്രവർത്തനത്തിന് മോശം വന്നിട്ട് സിറോസിസ് ലിവർ വന്നിട്ട് ഈ കരളിന് നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീനുകളെ ശരിയായിട്ട് മെറ്റബോളൈസ് ചെയ്ത് മസിലിൽ സൂക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ രക്തത്തിലുള്ള ഫ്ലൂയിഡ്സ്, അതായത് ഈ പ്രോട്ടീൻ കണികകൾ ആൽബുമിൻ, നമുക്ക് നേരെ കരൾ ഈ ആമാശയത്തിൻ്റെ ചുറ്റുമുള്ള സ്പേസിലേക്ക്, അതായത് അബ്ഡോമിനൽ സ്പേസിലേക്ക് ഈ ഫ്ലൂയിഡ് വന്ന് കളക്റ്റ് ആവും. വയറിനകത്ത്, അതായത് നമ്മുടെ ആമാശയത്തിൻ്റെ അല്ലെങ്കിൽ വയറിൻ്റെ ക്യാവിറ്റിക്കകത്ത് ഫ്ലൂയിഡ് ആൽബുമിൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ വരും. ഈ ഒരു അവസ്ഥയിൽ വയർ വല്ലാണ്ട് മുന്നിലേക്ക് ഉന്തി നിൽക്കുകയും പൊക്കിള് പുറത്തേക്ക് തള്ളി വരുന്ന ഒരവസ്ഥയും കാണാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വയറിൻ്റെ പുറമേ നോക്കുമ്പോൾ രക്തക്കുഴലുകൾ ഡയലേറ്റ് ചെയ്തിരിക്കുന്ന കാണാം. സിറോസിസ് ഉള്ള കരൾ രോഗമുള്ള ആൾക്കാർക്ക് ശരീരം മുഴുവൻ ശോഷിച്ച് മെലിഞ്ഞ് വയർ മാത്രം വല്ലാണ്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതാണ് 3ാമത്തെ തരം വയർ എന്ന് പറയുന്നത്. 4ാമത്തെ തരം വയറെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വയറിൻ്റെ ഭാഗത്ത് ഈസ്ട്രജൻ ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ട് ലോവർ ഭാഗത്ത് പൊക്കിളിൻ്റെ താഴെ, നിങ്ങൾക്കിവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ പൊക്കിളിൻ്റെ താഴേക്ക് ഒരല്പം കൊഴുപ്പ് അടിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ സാധാരണ സ്ത്രീകൾക്ക് പെരിഫറൽ ഫാറ്റ്, അതായത് പുറമേ മസിലിനോടിൻ്റെ പുറത്ത് ഭാഗത്താണ് സാധാരണ കൂടുതലും കൊഴുപ്പടിഞ്ഞു കൂടുന്നത്. ഉള്ളിലത്തെ ഭാഗത്ത്, അതായത് ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും അവർക്ക് ഈ വിസറൽ ഫാറ്റ് വരുന്നത് വളരെ കുറവായിരിക്കും. സാധാരണ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ചെറിയ വ്യത്യാസം വരുമ്പോഴാണ് സ്ത്രീകൾക്ക്, അവർ എത്ര ശ്രമിച്ചിരുന്നാലും അവരെ വയറ് നോർമൽ, എത്ര ഷേപ്പിൽ വന്നിരുന്നാലും പൊക്കിളിൻ്റെ താഴെ ഒരു അല്പം കൊഴുപ്പ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ്. ഇങ്ങനെ 4 തരത്തിലാണ് സാധാരണഗതിയിൽ ഈ കുടവയർ മനുഷ്യർക്ക് വരുന്നത്. ഞാൻ ഈ പറഞ്ഞ കുടവയറിൻ്റെ വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ആദ്യം പറഞ്ഞ 2 വിഭാഗത്തിലാണ്. ഒന്ന്, ഇൻസുലിൻ ഹോർമോണിൻ്റെ വ്യത്യാസത്തിലും രണ്ടാമത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ വ്യത്യാസത്തിലും. ഇൻസുലിൻ ഹോർമോണിൻ്റെ വ്യത്യാസത്തിൽ എങ്ങനെയാണ് ഈ കുടവയർ ഫോം ചെയ്യുന്നതെന്ന് വിശദീകരിക്കാം. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന അന്നജം, അതായത് മധുരം അഥവാ ഷുഗറിനെ നമ്മുടെ ശരീരത്തിൽ ദഹിപ്പിച്ച് നമ്മുടെ രക്തത്തിലേക്ക് കൊണ്ടുവരുന്നു. രക്തത്തിൽ ഇതിനെ ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. നമ്മൾ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് അഥവാ അന്നജം കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിൽ അതിനെ അത്രയും ദഹിപ്പിക്കുന്നതിന് വേണ്ടി ഇൻസുലിൻ വളരെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. നമ്മുടെ ശരീരത്തിലെ ആവശ്യത്തിന് ഊർജ്ജമായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ അന്നജത്തിനെ, കാർബോഹൈഡ്രേറ്റ്സിനെ മുഴുവൻ ഈ ഇൻസുലിൻ കൺവേർട്ട് ചെയ്ത് ആദ്യം ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യും. 2 തരത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഒന്ന് ഗ്ലൈക്കോജൻ, രണ്ടാമത്തത് കൊഴുപ്പ്. ഗ്ലൈക്കോജനാക്കി നമ്മുടെ കരളിന് ചുറ്റും കുറച്ച് സ്റ്റോർ ചെയ്യുന്നു. എത്ര സ്റ്റോർ ചെയ്യാൻ പറ്റും ഗ്ലൈക്കോജനായിട്ട്? വളരെ കുറച്ച് മാത്രമേ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്യും.
കൊഴുപ്പായിട്ട് ഈ ശരീരം മാറ്റി സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ വയറിന് ചുറ്റുമാണ്. ആദ്യം നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും ഈ കൊഴുപ്പിനെ സ്റ്റോർ ചെയ്യിക്കുന്നു. രണ്ടാമത്തത് നമ്മുടെ പുറമെ തൊലിക്കടിയിൽ ഈ കൊഴുപ്പ് സ്റ്റോർ ചെയ്യുന്നു. ഇങ്ങനെയാണ് നമുക്ക് ഒരാൾക്ക് ഇൻസുലിൻ മെറ്റബോളിസത്തിൻ്റെ വ്യത്യാസം കൊണ്ട് ഈ കൊഴുപ്പ് സ്റ്റോർ ആകുന്നത്. ഇത്തരത്തിൽ ക്രമേണ ഈ വിസറൽ ഫാറ്റ്, അതായത് ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റുമുള്ള കൊഴുപ്പ് വല്ലാണ്ട് വർദ്ധിച്ചു കഴിയുമ്പോൾ അത് പാൻക്രിയാസ് ഗ്രന്ഥിക്ക് ഒരുപാട് പ്രഷർ കൊടുക്കുകയും ക്രമേണ ഇൻസുലിൻ മെറ്റബോളിസം താളം തെറ്റുകയും ചെയ്യും. ഇതാണ് നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതായത് ഒരാൾ പ്രമേഹ രോഗിയാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് അവർ വണ്ണം വയ്ക്കുന്നതും അവർക്ക് വല്ലാണ്ട് കുടവയറുണ്ടാകുന്നതിനും കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. രണ്ടാമത്തത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്നത്. കോർട്ടിസോൾ ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ്സ് വരുമ്പോൾ, അമിതമായിട്ട് മാനസിക സമ്മർദ്ദവും മാനസിക പിരിമുറുക്കവും മാനസിക വിഷമവും ഉണ്ടാകുമ്പോൾ വരുന്ന ഹോർമോണാണ് ഈ കോർട്ടിസോൾ എന്ന് പറയുന്നത്. കോർട്ടിസോൾ നമ്മുടെ രക്തത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോറിന് കിട്ടുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ഒരു എമർജൻസി സിറ്റുവേഷൻ, ഒരു അപകടാവസ്ഥ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപകടാവസ്ഥയിൽ ആ അപകടത്തിൽ നിന്ന് ശരീരത്തിന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഊർജ്ജം വേണം, അല്ലേ? അതിനുവേണ്ടി എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ ഈ അന്നജം കൊണ്ടല്ലാതെ തന്നെ മറ്റു ഘടകങ്ങൾ, അതായത് പ്രോട്ടീന്, കൊഴുപ്പ് എന്നിവയെ ഈ ഹോർമോൺ പോയിട്ട്, അതായത് ഈ കോർട്ടിസോൾ ഹോർമോൺ തിരിച്ച് കൺവേർട്ട് ചെയ്ത് അതിൽ നിന്നും ശരീരം ഷുഗർ ഉണ്ടാക്കും. അതിനെ നിയോ ഗ്ലൂക്കോജെനിസിസ് എന്നാണ് ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേര്. അതായത് നമ്മുടെ ശരീരത്തിന് അന്നജത്തിൽ നിന്നല്ലാതെ തന്നെ കൊഴുപ്പിൽ നിന്ന് വരെ ശരീരം തിരിച്ച് ഈ മധുരത്തിനെ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും. ഈ ഒരു അവസ്ഥയിൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ഈ മധുരം ദഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ വീണ്ടും വർദ്ധിക്കുന്നു, വീണ്ടും വണ്ണം കൂടുന്നു. ഇത് ഈ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ് അമിതമായിട്ട് ടെൻഷനുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എത്ര ശ്രമിച്ചാലും കുടവയർ വിട്ടുമാറാതെ നിൽക്കുന്നതും അവർക്ക് ക്രമേണ വണ്ണം കൂടി വരുന്നതും. ഇനി മൂന്നാമത്തെ അവസ്ഥ, മൂന്നാമത്തെ പ്രൊട്രൂഡിങ് അബ്ഡമൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, സിറോസിസ് എന്ന് പറയുന്ന അവസ്ഥയിൽ കാണുന്നത് ഞാൻ നേരത്തെ വിശദീകരിച്ചു. നാലാമത്തത് സിറം ഈസ്ട്രജൻ, അതായത് സ്ത്രീകളിൽ ഈ സ്ത്രീ ഹോർമോൺ കൂടുതൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, വർദ്ധിക്കുന്ന സമയത്ത് അവർക്ക് ഇത്തരത്തിൽ പെരിഫറൽ ഫാറ്റ് അവർക്ക് ഈ പൊക്കിളിൻ്റെ താഴത്തെ ഭാഗത്ത് അടിഞ്ഞുകൂടുന്നു. ഇനി ഈ 4 തരത്തിലുള്ള ഈ കുടവയറിനെയും കുറയ്ക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. എല്ലാവരും പറയുന്നത് എങ്ങനെയാണ്? കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഈ കുടവയർ കുറയ്ക്കുന്നതിനും എല്ലാം തന്നെ പറയുന്നത് എന്താണ്? കൊഴുപ്പ് കുറയ്ക്കണം, അന്നജം കുറയ്ക്കണം, കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കണം, വ്യായാമം ചെയ്യണം. ഈ 4 തരം വയറിൻ്റെ കണ്ടീഷൻ, കുടവയറിൻ്റെ കണ്ടീഷനും ഒരിക്കലും ഒരേ തരത്തിലുള്ള മാർഗത്തിലല്ല കുറയ്ക്കുന്നത്. ഒന്നാമത്തെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുള്ള, ഇൻസുലിൻ മെറ്റബോളിസത്തിൻ്റെ പ്രശ്നം കൊണ്ടുള്ള കുടവയറാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വ്യായാമവും ചെയ്യണം, നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുകയും വേണം. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത്, വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ മോളിക്യൂൾസിന് നമ്മുടെ രക്തത്തിലുള്ള പഞ്ചസാരയെ കൂടുതൽ തിരിച്ചറിയുന്നതിനുള്ള ശേഷി വരികയും ഇത് നമുക്ക് വണ്ണം കുറയാൻ സഹായിക്കുകയും ചെയ്യും. രണ്ടാമത്തത്, നമുക്ക് ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിനെ കത്തിച്ച് കളയാനായിട്ട് നമ്മൾ വ്യായാമം ചെയ്യണം. ഇത്തരക്കാർ വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മിനിമം 1.5 മണിക്കൂർ വ്യായാമം ചെയ്യണം. കാരണം ഇൻസുലിൻ മെറ്റബോളിസം ആണ് താളം തെറ്റിയിട്ട് നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു 40 മിനിറ്റ് നമ്മുടെ കരളിന് ചുറ്റും അടിഞ്ഞുകൂടിയിട്ടുള്ള ഗ്ലൈക്കോജനെയാണ് ശരീരം ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മളൊരു 40 മിനിറ്റിന് മുകളിൽ ഒരു 1.5 മണിക്കൂർ വരെ വ്യായാമം ചെയ്താൽ മാത്രമേ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കൊഴുപ്പിനെ ശരീരം എടുത്ത് കത്തിച്ച് ഊർജ്ജമാക്കി മാറ്റത്തുള്ളൂ. അതല്ലാതെ നിങ്ങൾ ഒരു 40 മിനിറ്റ് വ്യായാമം ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടവയർ കുറയത്തില്ല, നിങ്ങൾ വയറ് കുറയാനും പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫുഡ് കഴിക്കരുത്. നിങ്ങൾ എത്ര ഈ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പും ഈ ഗ്ലൈക്കോജനും എല്ലാം കത്തി ഊർജ്ജമായിട്ട് പോകും. നിങ്ങൾ അടുത്ത ഭക്ഷണം കഴിച്ചാൽ ഉടൻ തന്നെ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ അതിനെ കൺവേർട്ട് ചെയ്ത് കൊഴുപ്പാക്കി വീണ്ടും സ്റ്റോർ ചെയ്യും. കുടവയർ കുറയത്തില്ല. അതുകൊണ്ട് ഇൻസുലിൻ മെറ്റബോളിസത്തിലെ വേരിയേഷൻ ഉള്ളവർ കുടവയർ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും വേണം. വ്യായാമം 1.5 മണിക്കൂർ വേണം. രണ്ടാമത്തത്, ഈ കോർട്ടിസോൾ ഹോർമോണിൻ്റെ വേരിയേഷൻ കൊണ്ടുള്ള കുടവയറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യായാമം ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് ഏകദേശം നല്ല രീതിക്ക് കുറയ്ക്കണം. കാരണം അമിതമായിട്ട് സ്ട്രെസ്സ് കൊണ്ടിട്ടുള്ള കുടവയറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിന് നന്നായിട്ട് ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തത്, നിങ്ങൾ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള വ്യായാമങ്ങളും അതോടൊപ്പം മാനസിക നിയന്ത്രണവുമാണ് വരുത്തേണ്ടത്. അമിതമായിട്ടുള്ള ജോലിയുടെ മാനസിക പിരിമുറുക്കം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ കുടവയർ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വണ്ണം വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ട്രെസ്സ് കുറയ്ക്കാതെ എത്ര വ്യായാമം ചെയ്താലും എത്ര നിങ്ങൾ ഭക്ഷണം നിയന്ത്രിച്ചിരുന്നാലും നിങ്ങൾക്ക് കുടവയറും കുറയില്ല, നിങ്ങളുടെ ശരീരം ക്രമേണ മോശമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ടെൻഷൻ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ, യോഗയിൽ തന്നെ റെസ്പിറേറ്ററി എക്സസൈസ്, പ്രാണായാമ പോലുള്ള മാർഗ്ഗങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നിങ്ങളുടെ റെസ്പിറേറ്ററി എക്സസൈസ് ഞാൻ മുൻപ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്, അത് ചെയ്യുക. അതോടൊപ്പം ഭക്ഷണ നിയന്ത്രണം, ഒരു ലോ കാർബ് ഡയറ്റിലേക്ക് ഈ സ്ട്രെസ്സ് കൂടുതലുള്ളവർ മാറുന്നത് നന്നായിരിക്കും.
ഇനി മൂന്നാമത്തത് സിറോസിസ് കൊണ്ടുള്ള വയറാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു മോഡറേറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഡയറ്റും കാർബോഹൈഡ്രേറ്റ്സിനെ നന്നായിട്ട് കുറച്ചുകൊണ്ട് പച്ചക്കറികൾ കൂടുതൽ കഴിച്ചുകൊണ്ട് റെഡ് മീറ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കി നിങ്ങളുടെ ഡോക്ടർ പറയുന്ന ഒരു ഡയറ്റിലൂടെ പോകാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കരളിൻ്റെ മെറ്റബോളിസത്തിനെ ഒരു പരിധിവരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി നാലാമത്തെ കാര്യം, സ്ത്രീകളിൽ കാണുന്ന അടിവയറിൻ്റെ ഭാഗത്തുള്ള, പ്രത്യേകിച്ച് പൊക്കിൻ്റെ താഴെയുള്ള ഭാഗത്തുള്ള കൊഴുപ്പാണ് എന്നുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് പെരിഫറൽ ആയിട്ടുള്ള കൊഴുപ്പാണ്. വ്യായാമം ചെയ്യുന്നത് ഒരു വലിയ പരിധിവരെ ഇത്തരക്കാർക്ക് ഈ അടിവയറിലുള്ള കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇത് സ്ത്രീകൾക്കാണ് പറയുന്നത് കേട്ടോ. രണ്ടാമത്തത്, ഇവർക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് അവർക്ക് കുടവയർ കുറയ്ക്കാനായിട്ട്, പ്രത്യേകിച്ച് ഈ ലോവർ അബ്ഡോമിനൽ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. കൂടാതെ അവർക്ക് ഭക്ഷണത്തിലുള്ള ഒരു നിയന്ത്രണം കൂടി ഉണ്ടെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് സ്ത്രീകൾക്ക് വരുന്ന ഈ ലോവർ അബ്ഡോമിനൽ കുടവയർ കുറയ്ക്കാൻ പറ്റും. ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുക ഒരു പക്ഷേ PCOD ഒക്കെ വന്നിട്ട്, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഒക്കെ വന്നിട്ട് വല്ലാണ്ട് കുടവയർ വയ്ക്കുന്ന സ്ത്രീകളാണെങ്കിലോ അവരുടെ കേസിൽ നമുക്ക് ആദ്യം പറഞ്ഞ കണ്ടീഷനിൽ ഇൻസുലിൻ മെറ്റബോളിസം താളം തെറ്റുന്നതുകൊണ്ടുള്ള കുടവയറില്ലേ, ആ ഒരു രീതിക്ക് പറഞ്ഞ ഒരു മാനേജ്മെൻറ്റാണ് PCOD ഉള്ളവർ ചെയ്യേണ്ടത്. അതായത് വ്യായാമം, ഭക്ഷണ നിയന്ത്രണം, ശരിയായിട്ടുള്ള ഉറക്കം, ഈ ഒരു രീതിക്കുള്ള മാനേജ്മെൻറ്റ് കൂടിയാണ് വേണ്ടത്. അമിതമായിട്ട് ടെൻഷനുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീകൾക്ക് ടെൻഷൻ വരുമ്പോൾ ഫുഡ് വല്ലാണ്ട് കഴിക്കുന്ന സ്വഭാവമുണ്ട്. ഇത്തരക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രെസ് കൊണ്ടുള്ള കുടവയർ, നമ്മൾ രണ്ടാമത് പറഞ്ഞില്ലേ കോർട്ടിസോൾ കൊണ്ടുള്ള കുടവയർ എന്നുള്ള ഒരു പ്രശ്നമാണ് അവർക്ക് കാണുക. അവർ ടെൻഷൻ കൂടി കുറച്ചിട്ട് വേണം അവർ ശരിയായിട്ട് വ്യായാമം ചെയ്യാനും ഭക്ഷണ നിയന്ത്രണവും വരുത്താനും. ഇപ്പോൾ കുടവയർ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള കുടവയർ ഉണ്ടെന്നും ഇത് ഓരോന്നും മാനേജ് ചെയ്യേണ്ട രീതിയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും കുടവയറാണ് അമിതവണ്ണമാണ് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾ പോയിട്ട് വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും ചെയ്യുന്നതിന് പകരം ഞാനീ പറഞ്ഞ പോലെ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ ആദ്യം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മോഡിഫിക്കേഷൻ വരുത്താൻ നോക്കുക. വളരെ പെട്ടെന്ന് നിങ്ങളുടെ കുടവയർ കുറയുകയും വണ്ണം കുറയുകയും ചെയ്യുന്നത് കാണാം. ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം കുടവയർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഉപകാരപ്പെടും. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.